മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ രണ്ടുപേരാണ് ക്രിസും ദിവ്യയും. ഇവർ രണ്ടുപേരുടെ വിവാഹത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നില്ല എന്നുകൂടി പറയണം. ക്രിസിൻ്റെയും ദിവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇവരെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളുമാണ്. ഇപ്പോഴിതാ ക്രിസിനെയും ദിവ്യയും പറഞ്ഞെത്തിയിട്ടുള്ള ഒരു കമൻറ്റിന് അവരുടെ മറുപടിയാണ്. ഈ കിളവന് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് അവർ ഭൂരിഭാഗം സമയം പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കാര്യം അന്വേഷിക്കാത്തതെന്ന് ചോദിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ തന്നെ. ക്രിസും ദിവ്യയും കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത് എന്ന് പറയാം. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഇത് വൈറലായി മാറുകയാണ് എന്ന് പറയണം. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ദിവ്യയോടും ക്രിസിനോടും സ്നേഹമുള്ളവർ തന്നെയാണ് ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതിന്റെ വിശേഷങ്ങളെ അറിയാനായി. നിങ്ങൾക്കൊന്നും ഇത് ചോദിക്കാൻ നാണമില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നോക്കി ജീവിക്കുന്നു. നിങ്ങൾ എന്തിനാണ് അതിലേക്ക് ഇപ്പോൾ എല്ലാം അറിയുന്നത്? നിങ്ങൾ അറിയുന്നിടത്താണ് തെറ്റ്. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തന്നെയാണ് ശരിയല്ലാത്ത കാര്യങ്ങൾ. ഈ കിളവന് എന്ത് അസുഖമാണ്? വിവാഹത്തോടെ പ്രശസ്തരാക്കി തന്നതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നാണ് ഇപ്പോൾ ക്രിസും ദിവ്യയും പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്ത് വാർത്ത പങ്കുവച്ചാലും അതിവേഗം തന്നെ ഇത് വൈറലാകാറുണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ ഞങ്ങൾ കൂടുതലും ഇപ്പോൾ ക്ഷണിക്കാറുണ്ട്. ഞങ്ങളെ വിളിക്കാറുണ്ട് എല്ലാവരും. ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയും അതുപോലെ തന്നെ പല ഉദ്ഘാടനങ്ങളും ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ലഭിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ കാരണം തന്നെയാണ് ഞങ്ങൾ ഈ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കതൊന്നും ഒരിക്കലും മറക്കാനാകില്ല, ഒരിക്കലും മറക്കുകയുമില്ല. എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ കുറേ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ക്ഷമ തെറ്റും. ദിവ്യ ചിലതൊക്കെ കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കും. എന്നാൽ എനിക്കത് പറ്റില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നാണ് ക്രിസ് പറയുന്നത്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ ക്രിസ് വേണുഗോപാലും ദിവ്യയും തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജീവിതത്തിൽ വിശേഷങ്ങളെല്ലാം ഷോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് കരുതി താൻ ദിവ്യയ്ക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അവൾ പഴയത്തിലും സൗന്ദര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കൂടെ വന്നതിന് ശേഷം അവൾക്കൊരു മാറ്റവുമില്ല എന്ന് അവൾ തന്നെ പറയാറുണ്ട്. ഒരു കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവൾ എങ്ങനെയാണോ ഇത്രയും വർഷം ജീവിച്ചത് അതുപോലെ തന്നെ ഇനിയും ജീവിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നാണ് ക്രിസ് വെളിപ്പെടുത്തിയത്. ദിവ്യ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എല്ലാത്തിലും ഒരു മാറ്റവുമില്ല. അതൊക്കെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അഭിനയം മാത്രമല്ല, റേഡിയോ അവതാരകൻ, വോയിസ് ആർട്ടിസ്റ്റ്, എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ക്രിസ് വേണുഗോപാൽ. എല്ലാം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ തന്നെ ദിവ്യയുടേതായും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ പറയുമ്പോഴും ദിവ്യ ഇപ്പോൾ വളരെ മൗനമായി ഇരിക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ റിയാക്ട് ചെയ്യുമായിരുന്നു. ഇത് കേട്ട് എനിക്ക് വിഷമം വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇത് കേട്ടാലൊന്നും ഒരു വിഷമവുമില്ല, എന്നെ ബാധിക്കുന്നില്ല എന്നാണ് ദിവ്യ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.